ഹായ് ഹോൾ, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറ്റില്ല, എന്നാലും ഡേൻ്റെ ഒരു ഹാഫ്. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് മോർണിംഗ് ടു ഈവനിങ് വരെയുള്ളത് കാണിച്ചു കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മുന്നേ നെയ്ച്ച് അടിക്ക് പോയി. അപ്പം പിന്നെ ഇസുമ്മ നെയ്ച്ചപ്പം ഞാൻ മുകളിൽ വന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ക്ലീനാക്കി റൂമൊക്കെ സെറ്റാക്കി വീണ്ടും താഴേക്ക് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടിച്ചൊരിലും തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഭയങ്കര മഴ കേട്ടോ. ഇന്നലെ രാത്രിയും രാവിലെ ഭയങ്കര മഴ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞാൽ ദോശയും കടലക്കറിയാണ്. പിന്നെ മീൻ വണ്ടി വന്നു. അപ്പം മീൻ വാങ്ങിയിട്ടാ, ചെമ്മീനാണ് വാങ്ങിയത്. നിങ്ങളെ വീട്ടിൽ എന്താണ് ഇന്ന് കൂട്ടാൻ, കറിയൊക്കെ എന്താണ് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ ചോറ്, പിന്നെ ബീൻസ് പയർ ഉപ്പേരി, അത് കഴിഞ്ഞതിന് ശേഷം കറി എന്താണ് മുരിങ്ങാക്കറിയില്ല തേങ്ങ അടിച്ച അതാണ് കേട്ടോ. അത് നല്ല അടിപൊളി കറിയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ലഞ്ചിന് കമൻറ്റ് ചെയ്യും. അപ്പം പുറത്തേക്കൊക്കെ ഇപ്പം വീണ്ടും നല്ല മഴച്ചാറ്റിലിട്ടാ. അപ്പം അവിടെ ഇങ്ങനെ ഒരു പൂച്ചുണ്ട്. അപ്പം ജസ്റ്റ് ആ പൂച്ചേനൊന്ന് ഇതാക്കാൻ വിചാരിച്ചു. പൂച്ചക്കൊന്നും ഇപ്പം ഒരു മെയിൻറ്റും ഇല്ല. വന്ന് അങ്ങനെ നല്ല മഴ. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു സൗണ്ട്. അപ്പോൾ പോയി നോക്കിയപ്പം മറ്റേ ഇട്ടാപ്പൊട്ടി ഉണ്ടല്ലോ, അത് പൊട്ടിക്കാൻ കേട്ടോ. അപ്പം അതൊരു ക്ലിപ്പ് എടുത്തു. പിന്നെ ആ ചെമ്മീനായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം മറ്റേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കണ്ടുണ്ടാവില്ല, ഇപ്പം പ്രോൺസ് വൈറലായ ഒരു റെസിപ്പിയാണ്. അപ്പോഴാണ് അവിടെ അമ്മച്ചി ഗോതമ്പ് ഹലുവല്ലേ അത് കട്ട് ചെയ്യണം കേട്ടോ. ഈ ഗോതമ്പ് ഹലുവ എങ്ങനെ കണ്ടു പറഞ്ഞാൽ, ഞങ്ങളൊരു പരിപാടിക്ക് പോയപ്പം ഒരു വെറൈറ്റി ഹലുവ, ഇതെന്ത് ഹലുവ ആണെന്ന് അറിയില്ല. ഇത് ഗോതമ്പ് ഹലുവാണ്, നമുക്ക് മനസ്സിലാവില്ല. അത്രയും നല്ല അടിപൊളി ടേസ്റ്റ്. എന്നാലോ ഗോതമ്പായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് എവിടെ നിന്നാണ് വാങ്ങിയൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി വാങ്ങി. ഇപ്പം അതിൻ്റെ ഒരു അഡിക്റ്റായി കേട്ടോ. അവിടെ കടയിൽ കാണുമ്പോൾ വാങ്ങും. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കും. പിന്നെ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ മധുരത്തിന് ക്രേവിങ്സ് വരുമ്പോൾ ഇത് കഴിക്കൂട്ടോ. അപ്പം അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് അക്ഷയ വരെ പോവാണ്ട്. ഈ പാത്തുമ്മാനെ ഒന്ന് അംഗനവാടി ചേർത്താൽ വിചാരിച്ചു. അപ്പം അതിന് ആധാർ എടുത്തിട്ടില്ല. അപ്പം ആധാർ എടുക്കാൻ വേണ്ടി അക്ഷയ പോയി. അപ്പം മഴപ്പം കുറച്ച് നേരം ചോർന്നിക്കണം. അപ്പം ബൈക്കായിട്ട് പോകാൻ വിചാരിച്ച്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ അക്ഷയ. കുറച്ച് അങ്ങോട്ട് പോയാൽ മതി അക്ഷയ്ക്ക്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ അക്ഷയ്ക്ക് പോയി. പാത്തുമ്മാനെ നടുവിലെത്തി. ഇവിടെ കുറച്ച് മേലേക്ക് പോയാൽ മതി. അപ്പം ഭയങ്കര അക്ഷയ്ക്കാണ് പോയത്. അവിടെ എത്തി. അക്ഷയയിലെത്തിയപ്പം ഇവള് ആധാർക്ക് ഫോട്ടോത്തിന് നിൽക്കണമെന്നില്ല. അങ്ങനെ നിൽക്കാതായപ്പം ചോക്ലേറ്റ് തരാം ഇതൊക്കെ പറഞ്ഞു. അപ്പോഴൊന്നും കുട്ടി നിൽക്കണില്ല കേട്ടോ ഫോട്ടോത്തിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സ്വിമ്മിങ് പൂളിൽ കയറണമെങ്കിൽ ഇവിടുത്തെ ഇത് വേണം, ഫോട്ടോ എടുക്കണം. ലാസ്റ്റ് അങ്ങനെ കയറി. അങ്ങനെ ഒരു ഇതൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഒരു ഹാഫ് ഫോട്ടോത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതെടുത്തു. അപ്പം അതിനെങ്ങനെയോ ഒരു ഫോട്ടോ കിട്ടി. ഇതേപോലെ ഒരു മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട്. വീട്ടിൽ ഫോട്ടോ ഒക്കെ നിൽക്കാൻ, പോസ് ചെയ്യാൻ ആദ്യം മടിയുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ എന്നിട്ട് ഫോട്ടോ. അപ്പം ഈ ഫോട്ടോ കിട്ടി. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ കുളിച്ചാതെ കേട്ടോ പോയത്. അപ്പം വന്നിട്ട് കുളിച്ചു. പിന്നെ നിസ്കാരമൊക്കെ കഴിച്ചു. താഴത്തൊക്കെ പോയി. ഉച്ചക്ക് 3:15 അപ്പം ഫുഡ് കഴിക്കാൻ താഴത്ത് പോയി. അപ്പോഴത്തേനും അവിടെ അവളെ പഴുത്തിട്ടിരിക്കണം ടോയ്സ്. അതേപോലെ വീട്ടിൽ പഴുത്തണ കുട്ടിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ ചോറ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം റംബുട്ടാൻ കഴിച്ചു. പിന്നെ ഈവനിങ്ങിന് ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ചിപ്സ് കഴിച്ചു. അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ. അസ്സലാമു അലൈക്കും.